മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകരുടെ കണ്ണീരിന് ഭരണസഖ്യം വലിയ വില കൊടുക്കേണ്ടി വന്നുവെന്ന് അജിത് പവാർ. കർഷക രോഷം മഹായുതി സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് NCP നേതാവ് അജിത് പവാറും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒളിയം പെയ്തത്. അജിത് പവാറുമായുള്ള സഖ്യം BJPയുടെ ബ്രാൻഡ് മൂല്യം കുറച്ചെന്ന് കഴിഞ്ഞ ദിവസമാണ് RSS മുഖപത്രം ചൂണ്ടിക്കാട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് മഹാരാഷ്ട്രയിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഇതിനെതിരെ നിരവധി പോരാട്ട സമരങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ മാർക്കറ്റിൽ ഉള്ളി മേടിക്കാൻ ചെല്ല്, 25 രൂപ 30 രൂപ കിലോയാണ് വില. ഉൽപാദകരായ കർഷകർക്ക് കിട്ടുന്ന വെറും 2 രൂപ കിലോയ്ക്കാണ് ഉള്ളി കിട്ടുന്നത്. 8 രൂപ മുതൽ 10 രൂപ വരെയാണ് 1 കിലോ ഉള്ളിക്ക് കർഷകന് ചിലവ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ കാലങ്ങളായി വാഗ്ദാനങ്ങൾ മാത്രം നൽകി കർഷകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് CPIM നേതാവ് PK ലാലി പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളിയും മറ്റ് ധാന്യവർഗ്ഗങ്ങളും ഞങ്ങൾക്ക് വലിച്ചെറിയേണ്ടി വരുന്നു, മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പല കർഷകരും ഇന്ന് ലക്ഷങ്ങളുടെ കടത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷക രോഷം ഒഴിവാക്കാൻ സവാള കയറ്റുമതി നിരോധനം പിൻവലിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ 40% നികുതി ചുമത്തിയതോടെ ആഗോള വിപണിയിൽ ആവശ്യക്കാരില്ലാതായി. ഇതോടെ ആഭ്യന്തര വിപണിയിൽ സവാള വില കുത്തനെ ഇടിഞ്ഞതും കർഷകരെ വല്ലാതെ വലച്ചു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകർക്കിടയിലെ അതൃപ്തിയാണ്. ഉള്ളിയും സോയയും പരുത്തിയും തെരഞ്ഞെടുപ്പിൽ NDA കരയിപ്പിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. तकलीफ हो गई ये प्याज की वजह से नासिक की तरफ में प्याज ने रुला दिया. തെരഞ്ഞെടുപ്പിൽ ഭരണസഖ്യം മോശം പ്രകടനം കാഴ്ചവെച്ചതിൽ പ്രധാന കേന്ദ്രങ്ങൾ നാസിക് അടക്കമുള്ള കാർഷിക മേഖലയാണ്. കർഷകർക്കിടയിലെ അതൃപ്തിക്ക് ഭരണകക്ഷിയായ ശിവസേന BJP NCP സഖ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നുവെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാറും സമ്മതിക്കുന്നു. जे काही फटका बसला कांद्याच्यामुळं मोठ्या प्रमाणावर कांदा उत्पादक शेतकऱ्यांच्या मध्ये नाराजी होती आणि त्याची किंमत आम्हाला लोकसभेच्या निवडणुकीच्या निमित्तानं मोजावी लागली. आम्ही त्यामध्ये सारखं सांगत होतो की बाबा उत्पादकालाही परवडावं आणि ग्राहकालाही परवडावं. കേന്ദ്രമന്ത്രിസഭയിൽ അവഗണിക്കപ്പെട്ടതിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഷിൻഡെ അജിത് പവാർ പക്ഷം. ഇതിനിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് നേരിട്ട തിരിച്ചടിക്ക് കാരണം കർഷക രോഷം തടയാൻ കഴിയാതെ പോയതാണെന്ന വിശകലനവുമായി ഇരുവരും രംഗത്തെത്തിയത്. മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് മഹാരാഷ്ട്രയിലെ പല ഭാഗങ്ങളിലും മഹായുതിക്ക് നേരിട്ട പരാജയമെന്ന് പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.